മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ വെറും തെറ്റിദ്ധാരണയാണെന്ന് പഠനം. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോളിന് കാരണമാകുമെന്ന വാദം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണയാണെന്നാണ് പുതിയ പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത്. മുട്ടയിൽ അടങ്ങിയ ഡയറ്ററി കൊളസ്ട്രോൾ രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ കാരണമാകില്ല എന്ന് ഗവേഷകർ കണ്ടെത്തി. ഭക്ഷണത്തിൽ അടങ്ങിയ പൂരിത കൊഴുപ്പാണ് യഥാർത്ഥ വില്ലൻ. എന്നാൽ മുട്ടയിൽ പൂരിത കൊഴുപ്പ് കുറവാണ്. മുട്ടകൾ ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്ന മോശം കൊളസ്ട്രോൾ ആയ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമോ എന്നതിനെക്കുറിച്ച് നിരന്തരം ഗവേഷണം നടന്നുവരികയാണ്. ഒരു ശരാശരി വലിയ മുട്ടയിൽ ഏകദേശം 200 മില്ലിഗ്രാം ഡയറ്ററി കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മുൻപ് ശുപാർശ ചെയ്തിരുന്ന 300 മില്ലിഗ്രാം എന്ന പ്രതിദിന പരിധിയുടെ 2 ഭാഗമാണ്. എന്നാൽ അടുത്തിടെ നടത്തിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയത് ഭക്ഷണങ്ങളിലെ പൂരിത കൊഴുപ്പാണ് LDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതെന്നാണ്. മിക്ക ഉയർന്ന കൊളസ്ട്രോൾ ഭക്ഷണങ്ങളിലും പൂരിത കൊഴുപ്പ് കൂടുതലാണ്. പക്ഷേ മുട്ടയിൽ ഇത് വളരെ കുറച്ചു മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്ന് ഗവേഷകർ പറയുന്നു. ഭക്ഷണത്തിലെ കൊളസ്ട്രോളും രക്തത്തിലെ കൊളസ്ട്രോളും വ്യത്യസ്തമാണ്. നിങ്ങളുടെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ ഭൂരിഭാഗവും ഭക്ഷണത്തിൽ നിന്നല്ല വരുന്നത്, കരളാണ് അത് നിർമ്മിക്കുന്നത്. പൂരിത കൊഴുപ്പ് ധാരാളം കഴിക്കുന്നത് LDL അളവ് വർദ്ധിപ്പിക്കും. ഇതിലൂടെ കരൾ കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിൽ എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഡയറ്ററി കൊളസ്ട്രോൾ രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനത്തിൽ പറയുന്നു. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രതിദിനം 13 ഗ്രാമിൽ കൂടുതൽ പൂരിത കൊഴുപ്പ് കഴിക്കരുതെന്ന് ശുപാർശ ചെയ്യുന്നു.